മിശിഹാ വഴിയാൽ ഏകിടണമേ അമ്മേ നൽവരങ്ങൾ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിടണമേ നൽവരങ്ങൾ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ മാതാവിൻ്റെ പിറവി തിരുനാൾ ഒരുക്കമായ 8 നോമ്പിൻ്റെ 1-ാം ദിനമായി ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുന്ന ധ്യാന വിഷയം പരിശുദ്ധ മാതാവ് എല്ലാം കേൾക്കുന്ന ഒരു നല്ല അമ്മയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് മനുഷ്യൻ പറയുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത്, അത് മുതിർന്നവരാകട്ടെ, യുവജനങ്ങളാകട്ടെ, കുട്ടികളാകട്ടെ, കുടുംബം നയിക്കുന്ന വ്യക്തികളാകട്ടെ, വൈദിക സമർപ്പിത ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാകട്ടെ, ഇന്നെല്ലാവരും പറയുന്ന ഏറ്റവും വലിയ പരാതി ഇതാണ്: എന്നെ കേൾക്കാൻ ആരുമില്ല. നമ്മെ കേൾക്കാൻ ആരുമില്ല എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു നൊമ്പരമായി നമുക്ക് കാണുക. നമ്മോട് സംസാരിക്കാൻ, നമുക്ക് ഉപദേശം തരാൻ പല വ്യക്തികളുണ്ടാകാം. നമ്മുടെ ജീവിത നൊമ്പരങ്ങൾ, വേദനകൾ, ജീവിതത്തിൽ അനുദിനമുണ്ടാകുന്ന ക്ലേശങ്ങൾ, ഇതെല്ലാം ഒന്ന് കേൾക്കാൻ, ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാൻ, ഒരു ആശ്വാസ വാക്ക് നമ്മോട് തിരികെ പറയാൻ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആരുമില്ല എന്നൊരു ചിന്ത കടന്നു വരുമ്പോൾ, ഈ നോമ്പിൻ്റെ 1-ാം ദിനമായി എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മെ എപ്പോഴും കേൾക്കുന്ന നല്ല ഒരമ്മയെക്കുറിച്ചാണ്. നമ്മുടെ പല നിരാശയുടെ പിന്നിൽ എന്നെ ആരും കേൾക്കാനില്ല എന്ന ചിന്ത പലപ്പോഴും കടന്നു വരുന്നത് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കുടുംബം നയിക്കുന്ന ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു: അച്ഛൻ, എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് ജീവിത പങ്കാളിയോടോ എൻ്റെ മക്കളോടോ പറയാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, ഇത്രമാത്രം മനസ്സിനെ വേദനിപ്പിക്കുന്ന ആ വേദന എന്താണ് എന്ന്. ആ വ്യക്തി പറഞ്ഞു: അച്ഛാ, കഴിഞ്ഞ 10-14 വർഷമായി എൻ്റെ ജീവിത മേഖലയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അച്ഛൻ്റെ ജീവിതം എന്ന് പറയുക, എൻ്റെ കുടുംബം എന്ന് പറയുക വലിയ കടബാധ്യതയിൽ പോകുന്ന ഒരു കുടുംബമാണ്. എന്നാൽ എനിക്ക് കടബാധ്യതയുണ്ട് എന്ന്, ഞാൻ ഇത്രമാത്രം ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയോടോ എൻ്റെ പ്രിയപ്പെട്ട മക്കളോടോ എനിക്കിതുവരെയും ഒന്ന് പറയാൻ സാധിച്ചിട്ടില്ല. അച്ഛാ, എനിക്ക് അവരോട് പറയാൻ അത് ഭയമാണ്. ഞാൻ ചോദിച്ചു, ഞാനും കൂടെ നിൽക്കുക. ഇതുവരെയും പറയാൻ സാധിക്കാത്ത ആ മനസ്സിൻ്റെ നൊമ്പരം, ആ വേദന, ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉള്ള കാര്യം, ജീവിത പങ്കാളിയും മക്കളെയും വിളിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളുടെ കൂടെ സമീപം നിൽക്കാം, അത് പറയാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ശുശ്രൂഷയുടെ ഇടയിൽ ആ വിദ്യൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും എല്ലാം കൂട്ടിക്കൊണ്ടു വന്നു. ഞാൻ ആ പ്രിയപ്പെട്ട ആ വ്യക്തിയുടെ ജീവിത പങ്കാളിയോടും മക്കളോടും ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ഭർത്താവിന്, നിങ്ങളുടെ അപ്പന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. അതൊരു പക്ഷേ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാകണമെന്നില്ല. പക്ഷേ ഭർത്താവിൻ്റെ ആ നൊമ്പരം, ആ വേദന ഒരു ജീവിത പങ്കാളി എന്ന നിലയിൽ നിങ്ങൾ കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു മക്കൾ എന്ന നിലയിൽ നിങ്ങൾ കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ സമയം ആ ഭർത്താവ് വലിയ ഹൃദയഭാരത്തോടെ കരഞ്ഞുകൊണ്ട് തൻ്റെ ജീവിത പങ്കാളിയോട്, തൻ്റെ മക്കളോട് കഴിഞ്ഞ അനവധി വർഷമായി തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ കടബാധ്യതയെക്കുറിച്ച് പങ്കുവച്ചു. ഈ വേദന ഈ വ്യക്തി പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഈ ജീവിത പങ്കാളി മക്കളും ഈ അപ്പനെ കെട്ടിപ്പിടിച്ച് അവർ കൂട്ടത്തോടെ കരയുകയുണ്ടായി. ഇത് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ, ഇത് ജീവിത പങ്കാളി മക്കളൊന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയിലേക്ക് വലിയ ആശ്വാസം കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി ഉണ്ടാകുമ്പോഴാണ് ആരാണ് നമ്മെ അതീവ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മൾ സാധാരണ വീട്ടിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായി ഒരു കുടുംബത്തെ ഏറ്റവും അധികം കേട്ടുകൊണ്ടിരിക്കുന്നത് അത് ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട അമ്മയാണ്. അമ്മയ്ക്ക് ഒരുപാട് പരാതിയുണ്ട് കേട്ടോ.
അമ്മയ്ക്ക് ഒരുപാട് നൊമ്പരങ്ങളുണ്ട്. അമ്മ ഒരുപാട് കണ്ണുനീര് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ, തൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി, മക്കളുടെയോ അല്ലെങ്കിൽ സഹോദരൻ്റെ മുമ്പിലൊന്നും, ആ കുടുംബത്തിൽ എത്ര പേര് താമസിക്കുന്നുണ്ട് അവരുടെ മുമ്പിലൊന്നും ഈ അമ്മ ഈ കണ്ണുനീര് കാണിക്കാറില്ല. അമ്മ ഈ കണ്ണുനീര് അത് സ്വയം അനുഭവിക്കുകയാണ്. അമ്മ മക്കളെ കണ്ണുനീര് കേൾക്കുകയാണ്. അമ്മ അപ്പൻ്റെ കണ്ണുനീര് കേൾക്കുകയാണ്. അമ്മ ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും കണ്ണുനീര് കേൾക്കുകയാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല അമ്മയ്ക്ക് കണ്ണുനീരുണ്ടോ, എന്നെ അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ല. സ്വാഭാവികമായൊരു വീട്ടിലെ അമ്മയാണ് ആ കുടുംബത്തിലെ എല്ലാവിധ കണ്ണുനീരും കേൾക്കുന്ന വ്യക്തി. ഇതുപോലെ കണ്ണുനീര് കേൾക്കുന്ന ഒരമ്മയാണ് എങ്കിൽ നമ്മുടെ സ്വർഗീയ അമ്മ, നമ്മുടെ പരിശുദ്ധ മാതാവ് നമ്മുടെ കണ്ണുനീര് എത്രമാത്രം കേൾക്കുന്നൊരു അമ്മയാണ്. ഈ വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ നോമ്പിൻ്റെ 1-ാം ദിനമായ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മകനെ മകളെ നിൻ്റെ ജീവിത പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, നിന്നെ ഒന്ന് കേൾക്കാൻ നിൻ്റെ ചാരെ ഈ പരിശുദ്ധ മാതാവുണ്ട് കേട്ടോ. ഈ ഒരു വലിയ ചിന്തയിലേക്ക് നമ്മുടെ ജീവിതത്തെ എടുത്തുയർത്താൻ നമുക്ക് സാധിക്കണം. തിരുവചനം വായിക്കുമ്പോൾ പരിശുദ്ധ മാതാവ് എലിസബത്തിനെ സന്ദർശിക്കാൻ കാരണം എന്താണ് എന്ന വചനം പറയുന്നുണ്ട്. പരിശുദ്ധ മാതാവ് എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങി ഓടുകയാണ്. എന്തുകൊണ്ടാണ് ഈ അമ്മ ഓടാൻ കാരണം? അത് താൻ കേട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. മാലാഖയിൽ നിന്ന് കേട്ട ദൈവത്തിൻ്റെ വചനമാണ് ഈ എലിസബത്തിനെ സന്ദർശിക്കാൻ ഈ പരിശുദ്ധ മാതാവിനെ പ്രേരിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 36-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. എപ്രകാരമാണ് മറിയം മാലാഖ പറഞ്ഞ ഈ വചനത്തെ ശ്രദ്ധിച്ചത് എന്ന് നമ്മൾ അറിയണം. ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ഞാനും നിങ്ങളും എങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇവിടെ വലിയ ശ്രദ്ധയോടു കൂടിയാണ് പരിശുദ്ധ മാതാവ് ഈ ദൈവത്തിൻ്റെ ഈ അരുളപ്പാട്, ഈ ദൈവത്തിനെ ശ്രവിക്കുന്നത് അതീവ ശ്രദ്ധയോടു കൂടിയാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മെ ശ്രദ്ധയോടെ, തിരുവചനത്തെ ശ്രദ്ധയോടെ, ദൈവത്തെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു നല്ല അമ്മയാണ്. ഈ അമ്മയുടെ തിരുസ്വരൂപത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ അമ്മ നമ്മെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നോക്കിക്കേ, ഈ അമ്മ അതീവ ശ്രദ്ധയോടെ കേൾക്കുന്ന അമ്മയാണ് എന്ന് നമ്മുടെ കണ്ണുനീരിൽ നമുക്ക് എത്ര പേർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അനേക കാര്യങ്ങൾ അവരെ കണ്ണുനീര് പങ്കുവയ്ക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, അച്ഛൻ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്തെന്നറിയില്ല, എൻ്റെ മനസ്സിന് വലിയ ആശ്വാസം കടന്നു വന്നു. എന്തുകൊണ്ട് ഈ മനസ്സിന് ആശ്വാസം കടന്നു വരിക? ഈ പരിശുദ്ധ മാതാവ് ദൈവത്തെയും ദൈവവചനത്തെയും അതീവ ശ്രദ്ധയോട് കേൾക്കുന്ന ഒരമ്മയാണ്. ദൈവത്തെയും ദൈവവചനത്തെ മാത്രമല്ല കേട്ടോ, ഈ പരിശുദ്ധ മാതാവ് ഈ മാതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളായ എന്നെയും നിങ്ങളെയും അതീവ ശ്രദ്ധയോടെ കേൾക്കുന്ന നല്ലൊരു അമ്മയാണ്. ഈ അമ്മയുടെ തിരുസ്വരൂപത്തിലേക്ക് നോക്കുമ്പോൾ ഈ അമ്മയെ ഞാൻ നിങ്ങൾ എന്തുമാത്രം സ്നേഹിക്കേണ്ടതാണ്. ഈ അമ്മയെ നമ്മൾ എന്തുമാത്രം അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ അമ്മയുടെ ജപമാല ചെല്ലുന്നതിൽ ഞാൻ നിങ്ങൾ വലിയ തീഷ്ണത പുലർത്തേണ്ടതാണ്. ഈ അമ്മ നമ്മെ കേൾക്കുന്ന നല്ല അമ്മയാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തെയും ദൈവവചനത്തെയും കേൾക്കാറുണ്ട്. പക്ഷേ ദൈവത്തെയും ദൈവവചനത്തെയും നമ്മൾ കേൾക്കുന്നത് പരിശുദ്ധ അമ്മ കേൾക്കുന്നത് പോലെ ആകണമെന്നില്ല. പരിശുദ്ധ മാതാവ് ദൈവത്തെയും ദൈവവചനത്തെയും കേൾക്കുന്നത് എപ്രകാരമാണ്? അതീവ ശ്രദ്ധയോടെയാണ്. അതീവ ശ്രദ്ധയോടെയാണ് പരിശുദ്ധ അമ്മ ദൈവത്തെയും ദൈവവചനത്തെയും കേൾക്കുന്നത്. മറ്റുള്ളവരെ കേൾക്കുന്നതും മറ്റുള്ള വേദന കേൾക്കുന്നതും അതീവ ശ്രദ്ധയോടെയാണ്. എന്നാൽ ഞാനും നിങ്ങളും ഒരുപക്ഷേ ഈ നല്ല ദൈവത്തെയും ദൈവം നൽകുന്ന തിരുവചനത്തെയും നമ്മൾ കേൾക്കുന്നത് പലപ്പോഴും അശ്രദ്ധമായിട്ടാകാം, താല്പര്യമില്ലാതെ നമ്മൾ കേൾക്കുക. ചിലർ പറയാറുണ്ട്, അച്ഛാ ഞാൻ പറയുന്നത് എൻ്റെ ജീവിത പങ്കാളി കേൾക്കാറില്ല. ചിലർ പറയും, ഞാൻ പറയുന്നത് എൻ്റെ അപ്പനും അമ്മയും കേൾക്കാറില്ല. ചിലർ പറയും, ഞാൻ പറയുന്നത് എൻ്റെ മക്കൾ കേൾക്കുന്നില്ല കേട്ടോ. നീ കേൾക്കുന്നുണ്ട് എങ്കിലും നമുക്കറിയാം
പലപ്പോഴും അശ്രദ്ധമായിട്ട് താല്പര്യമില്ലാതെയാണ് അവർ കേൾക്കുക. എന്നാൽ നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇതൊന്ന് ശ്രദ്ധയോടെ, അതും അതീവ ശ്രദ്ധയോടെ വലിയ താല്പര്യത്തോടെ കേൾക്കാൻ ഒരു അമ്മയുണ്ട്. ഈ അമ്മയുടെ ശൈലി ഇതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വലിയ ആശ്വാസമാണ്. ഈ അമ്മയുടെ ശൈലി നമ്മുടെ ശൈലിയായിട്ട് മാറാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉറ്റവരും പ്രിയപ്പെട്ടവരും നമ്മോട് പറയുന്നത് പ്രിയമുള്ളവരെ ശ്രദ്ധയോടെ ഈ പരിശുദ്ധ അമ്മയെ പോലെ ഒന്ന് കേട്ടിരിക്കാൻ നമുക്കാവണം കേട്ടോ. അത് വാർദ്ധക്യം വന്നവർ പറയുന്ന അവരുടെ പഴയകാല ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാകാം. അല്ലെങ്കിൽ യുവാവ് ജ്യോതി പറയുന്ന അവരുടെ ജീവിതത്തെ നേരിടുന്ന ചില പ്രധാനപ്പെട്ട പ്രതിസന്ധികളോ പ്രശ്നങ്ങളാകാം. സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒരു മകനോ മകളോ പറയുന്ന സ്കൂളിലെ കാര്യങ്ങളാകാം. നമുക്ക് വലിയ വലിയ തിരക്കുകളുണ്ട്, നമുക്കൊന്നിനും സമയം തയ്യാറില്ല. പക്ഷെ നമ്മളാണ് നമ്മുടെ ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും കേൾക്കേണ്ടത്. നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ അവരെ ആരാണ് കേൾക്കുക? ഈ പരിശുദ്ധ അമ്മ ഈ ദൈവത്തിൻ്റെ വചനം അതീവ ശ്രദ്ധയോടെ കേട്ടപ്പോൾ ഈ പരിശുദ്ധ അമ്മയ്ക്ക് എന്താണ് മനസ്സിലായത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വചനം ഇപ്രകാരം പറയുക, ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല എന്ന്. ഈ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ഈ അറിവ് ഈ പരിശുദ്ധ മാതാവിന് ലഭിക്കുന്നത് ഈ പരിശുദ്ധ മാതാവ് അതീവ ശ്രദ്ധയോടെ ദൈവത്തെയും ദൈവവചനത്തെയും കേട്ടതുകൊണ്ടാണ്. നമ്മളിന്നും ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ഇപ്രകാരം അതീവ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ ഈ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. മറിയത്തിന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല എന്ന്. നമ്മളിന്ന് വിളിക്കുന്ന കർത്താവേ, യേശുവേ എന്ന് ഞാൻ നിങ്ങൾ വിളിക്കുന്ന ഈ ദൈവമായ കർത്താവിന് ഒന്നും അസാധ്യമായിട്ടില്ല കേട്ടോ. ഒരിക്കൽ ശുശ്രൂഷ കൂടാൻ വേണ്ടി നീ ഇനി ഒരിക്കലും അമ്മയായി മാറില്ല എന്ന് പറഞ്ഞ ഒരു സഹോദരിയും കൂടെ പോകും. അവർ മലപ്പുറം ജില്ലയിലെ വാണാഞ്ചേരിയിൽ നിന്നാണ് ശുശ്രൂഷ കൂടാൻ വേണ്ടി വരിക. വിവാഹം കഴിഞ്ഞ് 12 വർഷമായി സന്താന ഭാഗ്യമില്ല കേട്ടോ. കഴിഞ്ഞ 12 വർഷമായി അനേകം ചികിത്സ നടത്തിയതാണ്. അറിയാവുന്ന പ്രമുഖ ആശുപത്രികളിൽ മാറി മാറി കയറിയതാണ്. പല ഡോക്ടർമാർ പല രീതിയിലും. അത് കഴിഞ്ഞ് എല്ലാ ഡോക്ടർമാരും ഒന്നടങ്കം പറഞ്ഞ ഒരു വാക്കിതായിരുന്നു, ക്ഷമിക്കണം, നിനക്കൊരിക്കലും ഒരു അമ്മയായി മാറാൻ പറ്റില്ല. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച ഒരു സഹോദരിയോട് വൈദ്യശാസ്ത്രം പറയുകയാണ്, നിനക്കൊരിക്കലും ഒരു അമ്മയായി മാറാൻ പറ്റില്ല. ഈ വ്യക്തി അനുഭവിക്കുന്ന മാനസികമായ നൊമ്പര വേദന നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ വേദനിക്കുന്ന അനേകരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലതും അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന സമയങ്ങളിൽ ഇത് സാധ്യമാക്കി മാറ്റാൻ ഈശോ കടന്നു വരും കേട്ടോ. ഈ തിരിച്ചറിവ് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അതിശക്തമായ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഈ സഹോദരിയും കുടുംബവും ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അവർ കണ്ണുനീരോട് പറഞ്ഞു, അച്ഛാ 12 വർഷമായി സന്താനഭാഗ്യമില്ല കേട്ടോ. ഈ കുടുംബത്തിൻ്റെ കണ്ണുനീര്, ഈ സഹോദരിയുടെയും ജീവിതമങ്ങളുടെ വേദന, ഇത് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് കാഴ്ചവെക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ആ നൊമ്പരങ്ങളെ ഈശോയ്ക്ക് വീണ്ടും വീണ്ടും കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയം നൽകിയ ഒരു ദൈവികമായ സന്ദേശമായിരുന്നു. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ 9 മാസത്തിനുള്ളിൽ ദൈവമായ കർത്താവ് നിൻ്റെ ഈ കണ്ണുനീര് ഒപ്പിയെടുക്കും. ദൈവം നിനക്ക് സന്താനഭാഗ്യം നൽകാൻ ആഗ്രഹിക്കുന്നു. അത് എന്തെങ്കിലുമല്ല കേട്ടോ. ഈ ശുശ്രൂഷ കഴിഞ്ഞ് 9 മാസത്തിനുള്ളിൽ നിൻ്റെ കണ്ണുനീരിന് കർത്താവ് ഒരു അറുതി വരുത്തും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹോദരിയുടെ കണ്ണുനീര്, ഈ സഹോദരിയും കുടുംബത്തിലെ വേദന, ഇതെല്ലാം ഈ പരിശുദ്ധ അമ്മ അതീവ ശ്രദ്ധയോട് കേൾക്കുകയാണ്. ഈ അമ്മ ഇത് കേൾക്കുക മാത്രമല്ല, ഇതെല്ലാം എൻ്റെ പുത്രനായ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുകയാണ്. ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി ദൈവം ആ ജീവിതത്തിലേക്ക് കടന്നു വന്നു കേട്ടോ. ആ ശുശ്രൂഷ കഴിഞ്ഞ് 12 വർഷമായി സന്താനഭാഗ്യമില്ലാത്ത ആ സഹോദരിയും കുടുംബവും 7-ാമത്തെ മാസം ഉദരബലമുള്ള ഒരു കുടുംബമായിട്ട് മാറുകയാണ്. നമ്മൾ ഈ പരിശുദ്ധ അമ്മയിലേക്ക് വീണ്ടും നോക്കാം. എന്നെയും നിങ്ങളുടെ ജീവിത നൊമ്പരങ്ങളും വേദനകളും ഇതുപോലെ അസാധ്യമെന്ന് തോന്നുന്ന
ചില ജീവിത പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഞാനും നിങ്ങളും ഈ പരിശുദ്ധ അമ്മയിലേക്ക് ഇതുപോലെ സമർപ്പിക്കുന്നുണ്ട്. അനേക ലക്ഷങ്ങളാണ് കേട്ടോ, ജനകോടികളാണ് കേട്ടോ. അവരെ കേൾക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് അവരെ കണ്ണുനീരും നൊമ്പരങ്ങളും എല്ലാം അവർ സമർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുക. ഈ ഒരു ശൈലി, അതായത് എല്ലാവരും കേൾക്കുന്ന ഒരു ശൈലി, ഇത് പരിശുദ്ധ അമ്മയ്ക്കുണ്ട്, പരിശുദ്ധ അമ്മയുടെ പ്രിയപുത്രനായ ഈശോയ്ക്കുണ്ട്. ഈ ശൈലി നമ്മുടെ ശൈലിയായിട്ട് മാറാൻ സാധിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 46-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 46-ാം വചനം പറയുമ്പോൾ അവിടെ വചനം 1 കൊടുക്കുന്നത് കർത്താവായ യേശു, ബാലനായ യേശു അവർ പറയുന്നത് കേൾക്കുകയും അവർ പറയുന്നത് കർത്താവായ യേശു കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുതിർന്നവർ പറയുന്നത്, അധികാരികൾ പറയുന്നത്, വേണ്ടപ്പെട്ടവർ പറയുന്നത്, ദൈവിക ജ്ഞാനമുള്ളവർ പറയുന്നത്, നമ്മുടെ ഉറ്റവർ പറയുന്നത്, നമ്മുടെ കുടുംബത്തിലുള്ള മുതിർന്നവർ പറയുന്നത്, ഈ യേശുവിനെ പോലെ നമുക്കും കേൾക്കാൻ സാധിക്കണം. യേശുവിൻ്റെ ശൈലി നമ്മുടെ ജീവിത ശൈലിയായിട്ട് മാറണം. പരിശുദ്ധാമ്മയുടെ ശൈലി നമ്മുടെ ജീവിത ശൈലിയായിട്ട് മാറണം. ഞാൻ ആരെയും കേൾക്കില്ല എന്നല്ല പറയേണ്ടത്. ഞാൻ എൻ്റെ ഉറ്റവനെയും പ്രിയപ്പെട്ടവരെയും കേൾക്കുമെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. സംഗീത പുസ്തകം 23-ാം അധ്യായം 18-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുകയാണ്: ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. നമ്മളത് മറ്റുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ, തിരുവചനത്തെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ദൈവമായ കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു പരിധിയില്ല കേട്ടോ. ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാമത്തെ അധ്യായം 43-ാം വചനം ഇങ്ങനെയാണ് പറയുക: മകനെ, ഞാൻ പറയുന്നത് കേൾക്കുക. മകനെ, ഞാൻ പറയുന്നത് നീ കേൾക്കുക. യാക്കോബിനോട് അമ്മ റബേക്ക പറയുന്നതാണ്. എത്രയോ കുടുംബങ്ങളിൽ ഇതുപോലെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ട അമ്മ, അപ്പൻ തന്നെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്: മകനെ, മകളെ, ഞാൻ പറയുന്നത് കേൾക്കുക. എത്രയും പേർക്ക് അത് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവർ പറയുന്നത് കേൾക്കുന്നത്, അവർ പറയുന്നത് മനസ്സിലാക്കുന്നത് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് എത്ര മക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇന്ന് പല മക്കൾക്കും അവരെ അപ്പനും അമ്മയും പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മനസ്സ് പല പല ചിന്തകളാണ്, പല പല തീരുമാനങ്ങളാണ്. ഈ തീരുമാനങ്ങൾ പലപ്പോഴും പൈശാചിക തീരുമാനങ്ങളാകാം, തിന്മയുടേതായ സ്വാധീനങ്ങളാകാം, ശരിയായ ഒരു തീരുമാനമാകാതെ മാനുഷികമായ ചില ചിന്തകളാകാം. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന മാനുഷികമായ ചിന്തയോ മാനുഷികമായ താല്പര്യങ്ങളോ ഇതിനെയൊന്നുമല്ല കേട്ടോ നമുക്ക് കേൾക്കേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾ ചേർത്ത് പിടിച്ച് നമ്മോട് പറയുന്ന, നമ്മുടെ സഭ നമ്മെ ചേർത്ത് പിടിച്ച് പറയുന്ന, നമ്മുടെ ഇടവ കൂട്ടായ്മ ചേർത്ത് പിടിച്ച് പറയുന്ന, നമ്മുടെ ഇടവയിൽ പോകേണ്ട വികാരിച്ചൻ ചേർത്ത് പിടിച്ച് പറയുന്ന, ഇതെല്ലാം നമുക്കൊന്ന് കേൾക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് വചനം വ്യക്തമായിട്ട് പറയുക. 81-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വചനം പറയുക: എൻ്റെ ജനമേ, ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ ജനമേ, ഞാൻ മുന്നറിയിപ്പ് തരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. നീ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. എന്തുമാത്രം സ്നേഹത്തോടു കൂടിയ വചനം നമ്മോട് പറയുക: എൻ്റെ ജനമേ, ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. നീ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. എത്രയോ മാതാപിതാക്കൾ കണ്ണുനീരൊപ്പി പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്: അച്ഛാ, ഞാനത് പറഞ്ഞത് എൻ്റെ മകളൊന്ന് കേട്ടിരുന്നെങ്കിൽ, എൻ്റെ മകനൊന്ന് കേട്ടിരുന്നെങ്കിൽ നീ അവൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. നമ്മൾ മറ്റുള്ളവർ പറയുന്നത്, പ്രിയപ്പെട്ടവർ പറയുന്നത് അത് നമ്മുടെ നന്മയ്ക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് കേൾക്കാനുള്ള ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പ്രഭാഷകൻ്റെ പുസ്തകം 31-ാം അധ്യായം 22-ാം വചനം ഇപ്രകാരം പറയുന്നു: മകനെ, എൻ്റെ വാക്ക് കേൾക്കുക, അത് അവഗണിക്കരുത്. അവസാനം നീ അതിൻ്റെ വില തിരിച്ചറിയും. മകനെ, എൻ്റെ വാക്ക് കേൾക്കാനാണ് വചനം പറയുക. അത് അവഗണിക്കരുത്. അവസാനം നീ അതിൻ്റെ വില തിരിച്ചറിയും.
എത്രയും പേര് കണ്ണുനീരോട് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അന്ന് അപ്പം പറഞ്ഞത്, അന്ന് അമ്മ പറഞ്ഞത്, അന്ന് പ്രിയപ്പെട്ടവർ പറഞ്ഞത് ഞാനിന്ന് കേട്ടിരുന്നെങ്കിൽ അച്ഛാ, ഇന്ന് ഈ കണ്ണുനീര് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലായിരുന്നു. കേൾക്കാനുള്ളൊരു മനസ്സ്, അത് മറ്റൊരു വേദനകൾ നൊമ്പരങ്ങൾ കേൾക്കാനുള്ള മനസ്സ് പരിശുദ്ധ അമ്മയോട് നോക്കി, പരിശുദ്ധ അമ്മയിലേക്ക് നോക്കി നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കണം. നീ അതോടൊപ്പം തന്നെ മുതിർന്നവർ, പ്രിയപ്പെട്ടവർ, ഉറ്റവർ, അത് ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളൊക്കെ ആകാം. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നത് അതൊന്ന് ശ്രദ്ധയോടെ കേൾക്കാൻ നമ്മെക്കൊണ്ടാവണം കേട്ടോ. ഈ നോമ്പിൻ്റെ 1-ാം ദിവസം ഈ തീരുമാനം എടുക്കണം. നീ ദൈവത്തിൻ്റെ വചനം നമ്മോട് പല കാര്യങ്ങൾ പറയുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ നമുക്ക് സാധിക്കണം. അത് ദൈവം നമ്മോട് അനുദിനം സംസാരിക്കുകയാണ്. അത് ദൈവം നമ്മോട് അനുനിമിഷം സംസാരിക്കുകയാണ്. ഇനി ദൈവം നമ്മോട് സംസാരിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. ഈ സമയം ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ ഈ സമയം ഞാൻ നിങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ ദൈവം നമ്മോട് എപ്പോഴും സംസാരിക്കുന്ന ദൈവമാണ്. നമ്മോട് എപ്പോഴും സംസാരിക്കുന്ന ഈ ദൈവത്തിൻ്റെ സ്വരം എനിക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഈ ലോകത്ത് ആയിരക്കണക്കിന് വചനങ്ങളുണ്ടാകാറുണ്ട്. ചുറ്റുവട്ടത്തുള്ള അനേകർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം മാറി ദൈവത്തിൻ്റെ സ്വരത്തെ ഒന്ന് കേൾക്കാൻ സാധിക്കണം. ഇങ്ങനെ എല്ലാവരെയും കേൾക്കുന്ന, എല്ലാവരുടെയും വേദന കേൾക്കുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന ഈ നല്ല അമ്മയുടെ ശൈലി നമ്മുടെ ജീവിതത്തിലേക്കും ഈ ദിവസം തരണമേ. പരിശുദ്ധ അമ്മേ, ഈ അനുഗ്രഹം കിട്ടാൻ വേണ്ടി, ഈ ഒരു ശൈലി കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഈ സമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദീപികാരനെ ആരാധനയും നമുക്ക് പങ്കുചേർന്ന് എല്ലാവരെയും കേൾക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നൊമ്പരങ്ങൾ വേദന വരുമ്പോൾ നമ്മെ കേൾക്കാൻ ഒരു അമ്മയുണ്ട്, അത് പരിശുദ്ധ അമ്മയാണ്. ഈ തിരിച്ചറിവിലേക്ക് വരുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. യേശുവേ ആരാധന. ആരാധന 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 ആരാധന. ദൈവമേ ആരാധന, ജീവനെ ആരാധന. ദൈവമേ ആരാധന, ജീവനേ ആരാധന. സ്നേഹമേ ആരാധന, സ്നേഹമേ ആരാധന. ആരാധന ആരാധന
പരിശുദ്ധ അമ്മയുടെ പിറവിത്ത തിരുനാളിൽ ഒരുക്കമായ 8 നോമ്പിൻ്റെ 1-ാം ദിനമായി ഇന്ന് ഈ ദൈവികാരൻ്റെ സന്നിധിയിൽ നല്ലവനായ ഈശോ നമ്മെ ഒരുമിച്ച് കൂട്ടുമ്പോൾ നല്ല ഈശോയെ ഞങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹവും ഒരു അഭിഷേകവുമായി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശാലം ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ ഈ സമയമായിരിക്കുന്ന ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തിയെയും നല്ല ഈശോയെ ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹവുമായി ഈ സമയം അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ നൊമ്പരങ്ങളും വേദനകളും ഭാരങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന എല്ലാ അസ്വസ്ഥതകളും നല്ല ഈശോയെ ഈ സമയം തൊട്ട് സുഖപ്പെടുത്തണമേ. പ്രിയമുള്ളവരെ, തിരുവസ്തുവിനായ ഈശോ ഈ സമയം നമ്മെ നോക്കുന്ന സമയം, ഈ ദൈവം നമ്മെ സ്പർശിക്കുന്ന സമയം, ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന സമയം. ഈശോ ഇന്നും ജീവിക്കുന്നു. നമ്മോടുള്ള വലിയ സ്നേഹത്തെ പ്രതി നല്ലവനായ ദൈവം തിരുവസ്തുവിനായി നമ്മുടെ സന്നിധിയിലായിരിക്കുക. സാധിക്കുന്നവർ നമ്മളെവിടെ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ ഈ സമയം പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ നോമ്പിൻ്റെ 1-ാം ദിനമായ ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ, വലിയ അഭിഷേകം, പുതിയ പുതിയ കൃപകൾ ഒന്നല്ല ഈശോയെ തിരുവസ്തുരൂപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ച് സാധിക്കുന്നവർ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഒരു നിമിഷം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളൊന്ന് ചേർന്ന് ഈശോയെ ആരാധിക്കാൻ വേണ്ടി പോകുന്ന സമയം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് യേശുവേ 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 എന്ന് നല്ല ഈശോയെ നമ്മൾ ഒന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കുന്ന സമയം ജീവിതത്തിൽ ദൈവം നൽകിയ അനുമതി അനുഗ്രഹങ്ങളെ ഓർത്ത്, ദൈവം നൽകിയ വലിയ അഭിഷേകത്തെ ഓർത്ത്, ദൈവം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അനുമതി അനുഗ്രഹങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നല്ല ഈശോയെ ഈ സമയം ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുക. എല്ലാ ദൈവമക്കളും സ്തുതിക്കട്ടെ. അതിലും തുറന്ന് തിരുവസ്തുവിനായി ഈശോയെ നോക്കിക്കൊണ്ട് യേശുവേ യേശുവേ യേശുവിൻ്റെ നാമം വിളിച്ച് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്ന സമയം, അസ്വസ്ഥതകൾ യേശു നാമത്തിൽ വിട്ടുപോകുന്ന സമയം, രോഗങ്ങൾ യേശു നാമത്തിൽ വിട്ടുപോകുന്ന സമയം, തിന്മകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്ന സമയം, പൈശാചിക അരൂപികൾ യേശു നാമത്തിൽ വിട്ടുപോകുന്ന സമയം, അനവധിയായ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്ന സമയം, ആകെയുള്ള എല്ലാ വ്യക്തികളും ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ വ്യക്തിയും ഈ സമയം തിരുവസ്തുവിനായി ഈശോയെ ഒന്ന് ചേർന്ന് ആരാധിക്കട്ടെ. ഈശോയെ സ്പർശിക്കണമേ എന്ന്, ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് യേശുവേ 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 എന്ന് സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഈശോയെ ഞങ്ങൾ ഉയർന്ന് ആരാധിക്കും. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ വ്യക്തിയും കുടുംബത്തെയും സ്പർശിക്കണമേ എന്ന് ആഗ്രഹിക്കും. എല്ലാ വേദനകളും നൊമ്പരങ്ങളും എല്ലാ ഭാരങ്ങളും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാമ്മയുടെ അതിശക്തമായ മാധ്യസ്ഥ വഴി നല്ല ദൈവമേ അനേകം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം യേശുവേ 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 കരങ്ങളടിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് നല്ല ഈശോയെ തിരുവസ്തുവിനായി ഈശോയെ നമ്മൾ ഒന്നുചേർന്ന് ആരാധിക്കുന്ന സമയം കരങ്ങളടിച്ച് നല്ല ഈശോയെ നമുക്ക് ഒന്നുചേർന്ന് ആരാധിക്കാം. നമ്മുടെ ദൈവസ്തുതികളിൽ വസിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മുടെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ കരങ്ങളടിക്കുമ്പോൾ, നമ്മുടെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഈ നല്ല ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നാം ആയിരിക്കുന്ന സമൂഹത്തിലേക്കും ദേശത്തിലേക്കും പ്രത്യേകമായി കടന്നു വരുന്ന സമയം ഒന്നുചേർന്ന് ഈശോയെ ആരാധിക്കാം. ആരാധിച്ചിടുന്നിതാ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആത്മാവിൽ നിറഞ്ഞപ്പോൾ നിന്ദാസർമധ്യത്തിൽ
ആത്മാവിൽ നിറഞ്ഞപ്പോൾ നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തി അയച്ചിടുക. നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. നിൻ ശക്തി അയച്ചിടുക. നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. നമ്മളായിരിക്കുന്ന ദേശങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുകരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് നല്ല ഈശോയെ തിരുവസ്തു രൂപ ഞങ്ങളങ്ങേ ആരാധിക്കുകയും ഈശോയെ ആരാധിക്കുന്ന സമയം ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ 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 എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കരപിടിച്ച് ഒന്നുയർന്ന് പാടി ആരാധിക്കും. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയിൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയിൽ പിടിച്ചെടുത്തു. പാവന നീളം തന്നു പാപത്തിൻ കറപോക്കി. പാവന നീളം തന്നു പാപത്തിൻ കറപോക്കി. രക്ഷിച്ചതായി നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതായി നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഇരുകരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് വലിയ അഭിഷേകത്തോടെ, വലിയ സന്തോഷത്തോടെ, വലിയ ആഹ്ലാദത്തോടെ, വലിയ അഭിമാനത്തോടെ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ഒരുക്കമായ ഈ നോമ്പിൻ്റെ ഒന്നാം ദിനമായി ഇന്ന് ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയാണ്. സ്വർഗവാസികളോട് ചേർന്ന് ആരാധിക്കുകയാണ്. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? യേശുവേ യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കരപിടിച്ച് ചേർത്ത് പാടാം. ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ. ആമേൻ. ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ. ആത്മാവിൽ നിറഞ്ഞപ്പോൾ നിന്ദാസർ മധ്യത്തിൽ. ആത്മാവിൽ നിറഞ്ഞപ്പോൾ നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തി അയച്ചിടുക. നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. നിൻ ശക്തി അയച്ചിടുക. നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. കരമുയർത്തിടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആമേൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഇനി കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് വലിയ അഭിഷേകത്തോട്, വലിയ ശക്തിയോടെ, വലിയ ഉണർവോടെ രാജാതിരാജനായ ഈശോയെ ഞങ്ങൾ ഉയർന്ന് ആരാധിക്കുക. സാധിക്കുന്ന ഒരു കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് എന്തുമാത്രം ഉയർത്താൻ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന തിരുവോസ്വരൂപനായ ഈശോയെ നോക്കിക്കൊണ്ട് യേശുവേന്ന് ഈ സമയം കണ്ണുനീരോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ശക്തിയോടെ വിളിക്കുന്നു യേശുവേന്ന്. കരപിടിച്ച്
ചേർത്ത് പാടാം. കെട്ടുകളഴിഞ്ഞിടട്ടെ, വൻ രോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. ആമേൻ. കെട്ടുകളഴിഞ്ഞിടട്ടെ, വൻ രോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. നിന്ദാസരിൽ പരം നൽകുതം ചെയ്യുവാൻ, നിന്ദാസരിൽ പരം നൽകുതം ചെയ്യുവാൻ, ബന്ധനമഴിഞ്ഞിട്ടിന്ന് നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. ആമേൻ. ബന്ധനമഴിഞ്ഞിട്ടിന്ന് നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. കരവയടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആമേൻ. ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആമേൻ. ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? സ്തുതിക്കാമോ? യേശുവേ 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 എന്ന് സ്തുതിക്കുന്നു. ബല 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 ബല. ഇരുകരങ്ങളും വലിയ വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. തിരുവസ്തുരുവനായ യേശു ഈ നോമ്പിൻ്റെ 1-ാം ദിനമായി ഇന്ന് ഈ സമയം നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും സന്ദർശിക്കുന്ന സമയം. യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക്, യേശുവേ എൻ്റെ കുടുംബത്തിലേക്ക്, യേശുവേ ഞാനായിരിക്കുന്ന സമൂഹത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് നല്ല യേശുവയെ കടന്നു വരണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ 1-ാം ദിനമായ ഇന്ന് വചന ശുശ്രൂഷയിലൂടെ നമ്മൾ ചിന്തിച്ചത്, ധ്യാനിച്ചത് നമ്മുടെ പരിശുദ്ധ അമ്മ, എല്ലാം കേൾക്കുന്ന അമ്മയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ നൊമ്പര, ഏതൊരു മനുഷ്യരും പറയുന്ന വലിയൊരു പരാതി, എന്നെ ആരും കേൾക്കാനില്ല, എന്നെ ആരും മനസ്സിലാക്കാനില്ല. നമുക്ക് ഉപദേശം തരാൻ ഒരുപാട് വ്യക്തികളുണ്ട്. നാം വേദനകളും നൊമ്പരങ്ങളും പങ്കുവയ്ക്കുമ്പോൾ ഈശോയെ എന്നെ ഒന്ന് കേൾക്കാൻ ആരുമില്ലല്ലോ. ഈ വലിയൊരു നിരാശ നമ്മുടെ ജീവിതത്തെ അലട്ടുന്നുവെങ്കിൽ, ആരുമില്ല എന്ന ചിന്തയുണ്ടെങ്കിൽ, ഈ വലിയ ഭാരമേഖലയെ ഈ സമയം തിരുവസ്തുരുവനായ ഈശോയ്ക്ക് നമുക്ക് കാഴ്ചവെക്കാം. കർത്താവേ, നൊമ്പരത്തിലേക്കൊന്ന് വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ആരുമില്ല എന്ന ചിന്തയിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെയൊന്ന് കേൾക്കാൻ ആരുമില്ല എന്ന ചിന്തയിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ നൊമ്പരത്തെ കർത്താവ് സ്പർശിക്കുന്നു. ചേർത്ത് പാടാം. ആരാധന യേശുവേ. ആരാധന ആരാധന യേശുവേ ആരാധന. ഈ നൊമ്പരങ്ങളെ കാഴ്ചവെച്ചുകൊണ്ട് ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധാമ്മ നമ്മെ ശ്രദ്ധയോട് കേൾക്കുന്ന അമ്മയെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 36-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്: ഇത് നിന്റെ ചാർച്ചക്കാരി വൃത്തിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. പ്രിയമുള്ളവരെ, മലക പറയുന്നത് അതീവ ശ്രദ്ധയോടുകൂടിയാണ് പരിശുദ്ധ മറിയം കേൾക്കുക. നമ്മുടെ അമ്മ കേൾക്കുന്ന അമ്മയെ, എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന് ചിന്ത വരുമ്പോൾ ഒരു നിമിഷം പരിശുദ്ധ അമ്മയിലേക്ക് നോക്കണമേ. ഒരു കുടുംബത്തിലെല്ലാം കേൾക്കുന്നത്, എല്ലാ നൊമ്പരങ്ങളും ഏറ്റുവാങ്ങുന്നത് ആ കുടുംബത്തിലെ അമ്മയാണ്. അമ്മ എന്തുമാത്രം ദുഃഖം പേറുന്നുണ്ട്, അമ്മ എന്തുമാത്രം നൊമ്പരപ്പെടുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാറില്ല. നമ്മുടെ വേദനകളും പരിഭവങ്ങളും, നമ്മുടെ ജീവിതത്തിലെ അസ്വസ്ഥതകൾ, നമ്മുടെ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകൾ, ജീവിത പങ്കാളിയാകട്ടെ, കൂടുപിറപ്പുകളാകട്ടെ, മക്കളാകട്ടെ,
ഇതെല്ലാം വന്ന് പറയുന്നത് പങ്കുവെക്കുന്നത് ഈ അമ്മയോട്. ഇനി ഈശോയെ, ഇതുപോലൊരു അമ്മയെ എൻ്റെ സ്വർഗീയ അമ്മയായി നൽകിയതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുക. ഈശോയെ ഒന്നേർന്ന് ആരാധിക്കാം. പരിശുദ്ധ അമ്മയെ ഓർത്ത് ഈശോയെ ഒന്നേർന്ന് നമ്മൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ആരാധന ഈശോയെ. ആരാധന ആരാധന യേശുവേ ആരാധന. ഒരു കൂടി ചേർത്ത് പാടാം. ആരാധന ഈശോയെ, ആരാധന ഈശോയെ. യേശുവേ ആരാധന. തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കാൻ കാരണം മാലാഖയിൽ നിന്ന് കേട്ട ദൈവത്തിൻ്റെ വചനമാണ്. ഇന്നതിൻ്റെ ചാർച്ചക്കാരി വൃത്തിയായി എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഈ ഒരു വചനം അതീവ ശ്രദ്ധയോടെ പരിശുദ്ധ അമ്മ കേൾക്കുകയാണ്. ദൈവത്തെ എങ്ങനെയാണ് കേൾക്കേണ്ടത്, ദൈവവചനത്തെ എങ്ങനെ കേൾക്കണം, ഇതെല്ലാം മറിയത്തിന് അറിയാൻ കേട്ടോ. അതീവ ശ്രദ്ധയോടെയാണ് പരിശുദ്ധ അമ്മ ദൈവത്തെ കേൾക്കുക. എന്നാൽ ഞാൻ നിങ്ങളും എങ്ങനെയാണ് ദൈവത്തെ കേൾക്കുക? ഈ ദൈവിക ആരാധനയിൽ തിരുവസ്തുര്യവനായി ഈശോയെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുമോ, എൻ്റെ ഈശോയെ പരിശുദ്ധ അമ്മ കേൾക്കുന്നത് പോലെ ഞാൻ എൻ്റെ ദൈവത്തെ കേൾക്കുന്നുവെന്ന്? പലപ്പോഴും നമ്മൾ ദൈവത്തെ കേൾക്കുന്നത്, ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവവചനത്തെ കേൾക്കുന്നത് അശ്രദ്ധമായിട്ടല്ലേ, താല്പര്യമില്ലാതെയല്ലേ? ഈ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിന് കാഴ്ചവെക്കുക. പരിശുദ്ധ അമ്മ ദൈവത്തെ കേട്ടതുപോലെ, പരിശുദ്ധ അമ്മ തിരുവചനം കേട്ടതുപോലെ വലിയ താല്പര്യത്തോടെ, വലിയ ആവേശത്തോടെ ദൈവത്തെ കേൾക്കുന്ന അഭിഷേകം, തിരുവചനത്തെ കേൾക്കുന്ന അഭിഷേകം ഒന്നാൽ ഈശോയെ ഈ സമയം ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ഈ സമയം ഈശോ നമ്മെ സമീപിക്കുന്ന സമയം, ദൈവത്തെ ശ്രദ്ധിക്കാൻ, ദൈവവചനത്തെ ശ്രദ്ധിക്കാൻ, അതീവ താല്പര്യത്തോടെ കേൾക്കുന്ന അഭിഷേകം ഈ സമയം ദൈവം നമുക്ക് നൽകുന്ന സമയം. അതിനെ തുറന്ന് ശ്രദ്ധിക്കട്ടെ, സ്വരമയത്തെ ശ്രദ്ധിക്കട്ടെ, വലിയ അഭിഷേകത്തോടെ ശ്രദ്ധിക്കട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈശോ നോക്കി ചേർത്ത് പാടാൻ. ആരാധന ഈശോയെ, ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ഒരു കൂടി ചേർത്ത് പാടുക. ആരാധന 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 യേശുവേ ആരാധന. ഓ നല്ല ഈശോയെ, ഓ നല്ല ദൈവമേ, അങ്ങയുടെ തിരുവചനം അതീവ ശ്രദ്ധയോടെ പരിശുദ്ധ അമ്മ കേട്ടപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ ഒരു കാര്യം ബോധ്യമാകുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം പറയുന്നു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഈ വലിയൊരു തിരിച്ചറിവ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചത് ദൈവത്തെയും ദൈവവചനത്തെയും അതീവ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഈ തിരിച്ചറിവ് നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. ഈ തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിലുണ്ടാകണം. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ഈ ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. ഈ ദൈവം സൗഖ്യത്തിൻ്റെ ദൈവമാണ്. ഈ ദൈവം അഭിഷേക ദൈവമാണ്. ദൈവമേ, തിരിച്ചറിവ് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദൈവത്തിന് യാതൊന്നും അസാധ്യമായിട്ടില്ല എന്ന തിരിച്ചറിവ് ലഭിക്കാൻ വേണ്ടി നല്ല ഈശോയെ ഒന്നേർന്ന് ആരാധിക്കുകയാണ്. ആരാധന ചെറുതുപാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ഈശോയെ, ആരാധന ആരാധന. ആരാധന ദൈവമേ, യേശുവേ ആരാധന. അതീവ ശ്രദ്ധയോടെ
ദൈവത്തെയും ദൈവവചനത്തെയും പരിശുദ്ധമ്മ കേട്ടതുപോലെ വിശുദ്ധമ്മ നമ്മുടെ ജീവിതത്തെയും കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജീവിത നൊമ്പരങ്ങൾ, വേദനകൾ നമ്മെ കേൾക്കുന്ന ഈ പരിശുദ്ധമ്മയോട് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധമ്മ മറ്റുള്ള വേദനകൾ, നൊമ്പരങ്ങൾ കേൾക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ വേദനയും നൊമ്പരവും കേൾക്കണം കേട്ടോ. ഈശോ ഈ ഒരു അഭിഷേകം ഈ സമയം, ഈ നോമ്പിൻ്റെ 1-ാം ദിനമായി ഇന്ന് ഞങ്ങളിലേക്ക് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് ഭക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. യേശു വരുന്ന സമയമാണ്. ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ചേർത്ത് പാടാം. ആരാധന, ആരാധന, ഈശോയെ ആരാധന, ആരാധന, യേശുവേ ആരാധന. ചേർത്ത് പാടാം. ആരാധന, 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 യേശുവേ ആരാധന. 8 നോമ്പിൻ്റെ 1-ാം ദിനമായി ഇന്ന് നമ്മുടെ ജീവിതത്തെ മുഴുവനായി ഈശോയ്ക്ക് കാഴ്ചവെച്ച് ഈ സമയം നമ്മൾ ഈശോ തരുന്ന ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന സമയം. വലിയ സ്നേഹത്തോടെ, വലിയ ഭക്തിയോടെ ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ദൈവമേ യേശുവേ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധിക്കുന്നവരാണ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.